ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടിമാളൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു പ്രധാന കാര്യമാണ് കേട്ടോ. എന്റെ വീട്ടിലെ ഗ്യാസ് തീർന്നിട്ട് ഒരാഴ്ചയിലേറെയായി. ഞാൻ ഗ്യാസ് ഏജൻസിയിലൊക്കെ വിളിച്ചിട്ട് ഒരു രക്ഷയും ഇല്ല. ഇങ്ങനെ ഇന്ധനക്ഷാമം നേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അടുക്കളയിലെ പ്രശ്നങ്ങളൊക്കെ ആകെ അവതാളത്തിലാവും, പാചകക്കാരി ആകെ കുഴങ്ങും. അപ്പൊ നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, പഴമയിലേക്ക് യാത്ര ചെയ്യുക. ഇങ്ങനെയുള്ള ഓരോ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പഴമയിലേക്ക് പോകുന്നത് നല്ലതാണ്. വലിയൊരു വിറകുണ്ടായിരുന്നു, എന്നെക്കാൾ നീളമുള്ള വിറക്. ഇങ്ങനെ നീളമുള്ള വിറക് വെച്ച് കത്തിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 7 അല്ലെങ്കിൽ 70 ദിവസം ഗ്യാസ് ഇല്ലെങ്കിലും വിറക് വെച്ച് കത്തിക്കാൻ എനിക്ക് നല്ല പരിചയമുണ്ട്. ചോറിന് വെള്ളമൊക്കെ വെച്ചു. നിങ്ങൾക്കറിയോ കൂട്ടുകാരെ, ഞാനേ 20 കൊല്ലം മുന്നേ ഗൾഫിൽ പോയി. ഗൾഫിൽ പോകുന്നതിന് തൊട്ട് മുൻപ് വരെ ഞാൻ വിറകടുപ്പിലായിരുന്നു എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും പാചകം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങിങ്ങി ചില വീടുകളിൽ മാത്രമേ ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ 20 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് പല വീട്ടിലും ഗ്യാസ് കണക്ഷൻ, നല്ല എല്ലാ വീട്ടിലും, മിക്ക വീടുകളിലും. വിറക് കത്തിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ നേരത്ത് പറഞ്ഞു, എനിക്ക് എന്തായാലും വിറക് വെച്ചിരിക്കുന്ന ഒരു കിച്ചൺ വേണം എന്ന് തന്നെ ഞാൻ പറഞ്ഞു. എനിക്ക് വീണ്ടും പഴമയിലേക്ക് തന്നെ പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട് സെറ്റ് ചെയ്തപ്പോഴേക്കും അതിലൊരു കിച്ചൺ ഉണ്ടാക്കി, വിറക് വെച്ച് കത്തിക്കാൻ പാകത്തിനുള്ളൊരു കിച്ചൺ ഉണ്ടാക്കി. അതിപ്പോൾ ഒരുപാട് ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ അരി അടുപ്പിലിടാൻ പോവുകയാണ് കേട്ടോ. ഞാനിവിടെ റേഷനരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഈ റേഷനരി നന്നായിട്ട് കഴുകണം. ഒരു 7-8 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കണം. ചൂടുവെള്ളം വെച്ച് കുതിരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെക്കട്ടെ. ഇപ്പോൾ അരി കഴുകിച്ച് റെഡി ആയിട്ടുണ്ട്. അടുപ്പിൽ ഊതുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഈ കുഴൽ വെച്ചിട്ടാണ് ഊതുന്നത്. ഈ അടുപ്പിനൊരു പ്രത്യേകതയുണ്ട്, പുകയും കരിയും ഒന്നുമില്ല. ഈ അടുപ്പ് തന്നെ വേണമെന്നെനിക്ക് നിർബന്ധമായിരുന്നു. ഇനി അരി അടുപ്പിലിടട്ടെ. കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലൊക്കെ കഴുകി വെച്ചിരിക്കുന്ന അരിയാണ്. നല്ലതായിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്തേ അരി അടുപ്പിടാറുള്ളൂ. എന്നിട്ട് അരി തിളയ്ക്കുന്നത് വരെ നമ്മൾ അടുത്ത് നിൽക്കുകയും വേണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ. ഗോതമ്പ് പൊടിയും നാളികേരവും ജീരകവും നെയ്യും എല്ലാം കൂടെ കുഴച്ചെടുത്ത് ഉരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പിൻ്റെ ഉരട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു സ്ഥിരം പലഹാരം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അതും അടുപ്പിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അടുപ്പിൽ തന്നെയല്ലേ പറ്റുള്ളൂ, ഗ്യാസില്ലല്ലോ. അതിനിപ്പോഴൊന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. നോക്കൂ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് ഷെയർ ചെയ്യണേ, എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണേ. പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. ഇതിൻ്റെ അവസാനം ചീരയില താളിക്കുന്നത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കൊലയൊക്കെ കുറേ എണ്ണം ഒടിഞ്ഞ് വീണു, ഉണങ്ങിയൊക്കെ പോയി. പിന്നെ കുറച്ച് പഴമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കണ്ണനയിലെന്ന് പറയുന്ന മീനാണിത് കേട്ടോ. നല്ല ഫ്രഷ് മീൻ കിട്ടും ഞങ്ങളുടെ നാട്ടിൽ. 5 തെങ്ങെന്ന് മുതലപ്പുഴയിൽ നിന്നൊക്കെ പിടിക്കുന്ന നല്ല ഫ്രഷ് മീൻ കണ്ടോ. അതിൻ്റെ തിളക്കം കണ്ടോ, വെള്ളി പോലെ തിളങ്ങുന്ന. ഇത് മാങ്ങ ഇട്ട് കറി വെക്കണം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ ഈ മീൻ മാങ്ങ ഇട്ട് കറി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീ അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. അടുപ്പത്തിട്ട് അരി തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തീ ഇരിക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു കൊള്ളി വെച്ചിട്ട് ചെറുതായിട്ട് കത്തിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അരി കിടന്ന് തിളച്ച് പുറത്ത് ചാടും. പിന്നെ ചിരക, പഴയ കുജാലക്കുപ്പി മുറിച്ച് ഇട്ടിരിക്കുകയാണ് കേട്ടോ, കയ്യിൽ തട്ടാതിരിക്കാൻ. ഇവിടെ സ്ഥലം വളരെ കുറവാണ്. വിറകടുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ഓപ്പൺ കിച്ചനാണ്. അരി വെന്തെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ വിറകടുപ്പിൽ അരി വേവിച്ച് കഴിഞ്ഞാൽ അരി വെന്ത് കലങ്ങി പോവില്ല. കുക്കറിലൊക്കെ വയ്ക്കുന്നത് പോലെയുള്ള അവസ്ഥയല്ല, നല്ല മലര് പോലെ ഇരിക്കും. ഈ ചോറ് പുറത്ത് വെച്ചിരുന്നാലും കേടുവരത്തുമില്ല. ഞാനിത് 2 ദിവസത്തേക്കുള്ള ചോറ് ഉണ്ടാക്കി. പിന്നെ നാളേക്കും കൂടെ എടുക്കാം. എന്നൊന്നും ചോറ് വേവിക്കണ്ടല്ലോ, ഈ ഇന്ധനക്ഷാമമുള്ള ഈ സമയത്ത് അതൊരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അരി അങ്ങനെ വാർക്കുകയാണ്. അരി ഊറ്റുന്നു, വടിക്കുന്നു, വാർക്കുന്നു, അങ്ങനെ പല പേരിലാണ് പല സ്ഥലത്തും പറയുന്നത്.
അരി അവിടെ അങ്ങനെ കിടക്കട്ടെ. അപ്പോൾ അടുപ്പിൽ തീയുണ്ട്. ആ തീയുള്ള അടുപ്പിൽ മീൻ പൊരിക്കാൻ വെച്ചു. വിറകടുപ്പിലാകുമ്പോൾ അങ്ങനെയാണ്, എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യണം. അടുപ്പിലെ തീ കെട്ടു പോകുന്നതിന് മുമ്പ് അടുത്ത പാചകം ചെയ്യണം. തീ അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് കേട്ടോ. ഇത് തണലിൽ ഉണക്കാൻ വെച്ചിരിക്കുക. അടുപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ച് നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇത് വെള്ളം തിളപ്പിച്ച് വെറും വയറ്റിൽ രാവിലെ കുടിക്കുന്നത് നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. ഞാൻ കുടിക്കാറുണ്ട്. ഇനി മാങ്ങ ഇട്ട് മീൻകറി വെക്കുകയാണ്. കൊല്ലത്തുകാർ, എൻ്റെ അച്ഛൻ്റെ നാട്ടുകാർ. അച്ഛനും അമ്മയും കൊല്ലത്തുകാരാണ്. ഞാൻ മലപ്പുറത്ത് ജനിച്ച് വളർന്നതാണ്. അതുകൊണ്ട് ഞാൻ മലപ്പുറംകാരിയാണ്. പിന്നെ ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പം കൊല്ലം ജില്ലയിലെ കറിയും മലപ്പുറം ജില്ലയിലെ കറിയും തിരുവനന്തപുരം ജില്ലയിലെ കറിയും എല്ലാം കൂടെ പല ദിവസങ്ങളിലായിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പം പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വഴട്ടിയിട്ട് തേങ്ങയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉലുവയും എല്ലാം കൂടെ അരച്ച് മുളക് പൊടിയും ലേശം മല്ലിപ്പൊടിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഉള്ളി വഴണ്ട് വരുമ്പോൾ അതിലിട്ടിട്ട് കറി ഉണ്ടാക്കും. അങ്ങനെയാണ് കേട്ടോ ഞാനും മാങ്ങയിട്ട് മീൻ കറി ഉണ്ടാക്കുന്നത്. അത് എൻ്റെ സ്റ്റൈല്. പക്ഷേ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കാം. ഈ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കി ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയും ഒക്കെ കാണാം. അപ്പോൾ കുറച്ച് കറിവേപ്പില പറിക്കാൻ പോവാണേ. അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് മുറ്റത്ത് കറിവേപ്പുള്ളത്. കറിവേപ്പില കൊണ്ടുവന്നു കറിയിലിടാൻ വേണ്ടിയിട്ടാണ്. മീനും മാങ്ങയും കൊണ്ടുള്ള കറി ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടുപ്പിൽ വീണ്ടും തീ അങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. മുറ്റത്തൊരു ശബ്ദം കേട്ട് നോക്കുമ്പോഴുണ്ട്, അതാ ഒരു കൃഷ്ണപ്പരുന്ത്. പരുന്ത് മുറ്റത്ത് അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അതിനൊരു പേടിയില്ല കേട്ടോ. ഞാൻ അടുത്തേക്ക് ചെന്നിട്ട് യാതൊരു പേടിയില്ല. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ക്യാമറ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് പാറി ചെന്നിട്ട് ആ ഭിത്തിയിൽ അങ്ങനെ ഇരുന്നു. ചെമ്പരന്തിനെ കണ്ടപ്പോൾ പഴയ പദ്യം ഓർമ്മ വന്നു, 2ാം ക്ലാസ്സിൽ പഠിച്ചത്. റാഗിപ്പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമാങ്ക വേല കണ്ടോ. പാവം, അത് വിശന്നിട്ടായിരിക്കും അവിടെ വന്നിരുന്നത്. കഷ്ടം തോന്നി. ഞാൻ കുറച്ച് മീനിന്റെ അവശിഷ്ടവും കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ മീനിന്റെ അവശിഷ്ടം അത് കൊത്തി എടുത്തുകൊണ്ട് ചെന്ന് ആ മതിലിരുന്ന് കഴിക്കുന്നു. പിന്നെ ഒരു കലത്തിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തു. വെള്ളം അത് തൊട്ടതൊന്നുമില്ല കേട്ടോ. ലൈൻ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴൊന്നും വെള്ളം വരില്ല. കിട്ടിയ അവസരം പാഴാക്കാതെ ഞാൻ വേഗം ചെടിക്കൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു. 2 ദിവസത്തിൽ ഒരിക്കലേ വെള്ളം വരുള്ളൂ. ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞാലേ വരുള്ളൂ. മുറ്റത്തുനിന്ന് പറിച്ചെടുത്ത കോവയ്ക്ക ചെറുതായി അരിഞ്ഞ് മെഴുക്കുവരട്ടി വെക്കാൻ പോവാണ്. ഉള്ളി ചേർത്തു, പച്ചമുളക് ചേർത്തു, ലേശം മഞ്ഞളിൻ്റെ പൊടിയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് ഇളക്കി ഇങ്ങനെ. അപ്പോഴും തീ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ചൂട്ടാണ് വെച്ചിരുന്നത്, ഓലച്ചൂട്ട്. എന്ത് വെച്ച് കൊടുത്താലും കത്തിക്കോളും കേട്ടോ. പുകയൊന്നുമില്ല, നല്ല ചൂടാണ് ഈ അടുപ്പിന്. അങ്ങനെ കോവയ്ക്ക അടുപ്പത്തേക്കിട്ടു. അത് ഇളക്കി അങ്ങനെ മെഴുക്കുരട്ടി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട്, നല്ല ദാഹവും. വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കുന്നുണ്ട്. ഇനി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പാനീയം അത് ഉണ്ടാക്കാൻ പോവുകയാണ്. നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മുളകും ഇട്ട് ഉപ്പും ഇട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ദിവസം അത് 2-3 എടുക്കും. ഒരു മുളകും കൂടെ അരിഞ്ഞിട്ട് മിക്സിയിൽ നന്നായിട്ട് അരയ്ക്കും. മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് അതിൽ അല്പം നാരങ്ങ നീരും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് ഒരു ഗ്ലാസ് അങ്ങോട്ട് കുടിക്കണം. അത് ചേട്ടനും കൊണ്ട് കൊടുക്കട്ടെ. ചേട്ടാ, ഇതാ നെല്ലിക്ക വെള്ളം കുടിച്ചോളൂ കേട്ടോ. ഞാനും കുടിക്കട്ടെ. ചേട്ടന് ക്യാമറയുടെ മുന്നിലൊന്നും വരുന്ന ഇഷ്ടമല്ല കേട്ടോ. നെല്ലിക്ക തീർന്നു. ഇനി കുറച്ചും കൂടെ വാങ്ങി ഉപ്പിലിട്ട് വെക്കണം. ഞാനിങ്ങനെ ഇട്ട് വെക്കാറുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ചോറ് വെള്ളമെല്ലാം വാർന്നിട്ടുണ്ട്. അത് അടുപ്പിൽ വെച്ച് ഒന്നും കൂടെ പടർത്തി തീയരിച്ചൊന്ന് മുരിച്ചു കൊടുക്കണം.
അപ്പം ചോറ് ടിക് 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 എന്നങ്ങനെ പൊട്ടും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചോറ് നല്ല തുമ്പപ്പൂ പോലത്തെ നാടനരി ചോറ് കണ്ട അടുപ്പിൽ വേവിച്ചാലുള്ള ഗുണമാണത്. അപ്പോൾ അടുപ്പ് വീണ്ടും കത്തിക്കൊണ്ടേയിരിക്കുകയാണേ. ഇനി കുറച്ച് ചീരയില പറിച്ചുകൊണ്ട് വരട്ടെ. ചീര താളിക്കാനാണ്. ചീര താളിക്കുക, മുരിങ്ങ താളിക്കുക, മത്തൻ്റെ ഇല താളിക്കുക, ചിരങ്ങയുടെ ഇല താളിക്കുക. ഇതൊക്കെ മലപ്പുറംകാരുടെ ഒരു പ്രധാന വിഭവങ്ങളാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. യാതൊരു കലർപ്പും ഇല്ലാത്ത, മസാല ചേർക്കാത്ത നല്ല അടിപൊളി കറിയാണ്. ഇതാണ് ചീര. ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് മാത്രമാണേ. അടുപ്പ് അപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അടുപ്പിന് ചുറ്റുമുള്ള ഈ ചാരവും പൊടി അതൊക്കെ തൂത്തുവാരുന്നതിന് ഞാൻ ഈ പഴയ ബ്രഷ് ഉപയോഗിക്കും കണ്ടോ. പെയിൻ്റ് അടിച്ചിട്ട് കളഞ്ഞ ബ്രഷാണ് അത്. ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ചീനച്ചട്ടി അടുപ്പിന്മേൽ വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ പാർന്നു. തീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊതി കൊടുക്കണം, എന്നാലും നന്നായിട്ട് കത്തുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ പാരുകയാണേ. പിന്നെ അതിൽ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടു ഇളക്കുക. ചുവന്നുള്ളീൻ്റെ കളറ് ലേശം ഒന്ന് വെളുത്ത് വരണം. അല്ലാതെ കരിഞ്ഞ് മുരിഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിൽ ചീരയില ഇടുക. ചീരയില ഇട്ടിട്ട് ലേശം ഉപ്പ്. ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കും കേട്ടോ. ഇലക്കറികൾക്കെല്ലാം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ്. പക്ഷെ ആരും ചേർക്കലില്ല കേട്ടോ, ഞാൻ മാത്രമാണല്ലോ ചേർക്കല്. അതായത് താളിക്കുന്നതിന് മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല. പക്ഷെ ഞാൻ താളിക്കുന്നതിന് മഞ്ഞൾപ്പൊടി ചേർക്കും. ഇളക്കി വേവിക്കുക. 2 മിനിറ്റ് വെന്തതിന് ശേഷം കഞ്ഞിയുടെ വെള്ളം ഒഴിക്കുക. നല്ല തെളിയുള്ള കഞ്ഞിവെള്ളം ഒഴിക്കുക. കഞ്ഞിവെള്ളം കുടിക്കാൻ എന്ത് രസമാണല്ലേ. പണ്ടൊക്കെ ചോറിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളം അതായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത്. എന്തൊരു ആരോഗ്യമായിരുന്നു എന്നൊക്കെ. ഇന്നത്തെ ആളുകൾക്ക് ആരോഗ്യമില്ല, ആർക്കും കഞ്ഞിവെള്ളം കുടിക്കാനും പാടില്ല. അങ്ങനെ ചീര താളിച്ചത് റെഡിയായി. അങ്ങനെ ഇന്നത്തെ പാചകമെല്ലാം അടുപ്പിൽ തീർന്നു. അടുപ്പിൽ എല്ലാം പാചകം ചെയ്ത് എടുത്തു. രാവിലെ എടുത്തു വെച്ച വലിയൊരു വിറക് ആണ് കണ്ടോ. കത്തി ഒരു ചെറിയ കുഞ്ഞു കഷ്ണമായി തീർന്നു. അടുപ്പിൽ തീ ബാക്കിയുണ്ട്. അപ്പം അതിൽ കുറച്ച് കുടിവെള്ളം വെച്ചു. കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് മാങ്ങയാണ്, അത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് അച്ചാറുണ്ടാക്കണം. അപ്പം ചോറ് റെഡിയായി. മാങ്ങ ഇട്ട മീൻകറി, ചീരയല്ല താളിച്ചത്, കോവയ്ക്ക, പിന്നെ മാങ്ങാച്ചാറും ഉണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചെമ്മീനച്ചാറും കടുക്ക അച്ചാറും ഉണ്ട്. കടുക്ക എന്ന് പറയുമ്പോൾ കല്ലുമ്മക്കായുടെ കുഞ്ഞത്, അത് അച്ചാറിട്ടതുകൊണ്ട് അതിൻ്റെ പാചകം ഞാൻ ഉടനെ തന്നെ വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പം മാങ്ങ ഇട്ട മീൻകറി വിളമ്പി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കൊല്ലംകാരുടെ കറിയാണ്. കോവയ്ക്ക മെഴുക്ക് വരട്ടി, അത് തിരുവനന്തപുരക്കാരുടെ മെഴുക്ക് വരട്ടി. വെഴുക്കെന്ന് പറയും, മെഴുക്ക്. പിന്നെ മീൻ പൊരിച്ചത്, മീൻ വറുത്തതെന്നും പറയാം കേട്ടോ. മീൻ പൊരിച്ചത്. പിന്നെ മാങ്ങ അച്ചാർ. ഫാനിൻ്റെ നിഴൽ കണ്ടോ പ്ലേറ്റിൽ, ഫാൻ കറങ്ങുന്നത്. നല്ല ചൂട് ചോറ്. ചോറിൻ്റെ കൂടെ കറി, ലേശം ചാറോട് കൂടിയ ചീരക്കറി. ചീര താളിച്ചത് എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇത് ചോറിലങ്ങോട്ട് ചിരടി കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെല്ലാം പുരോഗമനം ലോകത്തുണ്ടായാലും ഇടയ്ക്കൊക്കെ നമ്മൾ പഴമയിലേക്ക് എത്തി നോക്കുന്നത് വളരെ നല്ലതാണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? എല്ലാവർക്കും താങ്ക് യു.